അപ്പോൾ വെൽക്കം ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ധമ്മപാത. വാട്ട് ഈസ് മീൻ ബൈ ധമ്മപാത എന്നുള്ളത്. ധമ്മപാതന് പറയുന്ന മറ്റൊരു പേരാണ് ധർമ്മപാത എന്ന് പറഞ്ഞാലും ധമ്മപാത എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം ധമ്മപാത എന്നുള്ളത്. ധമ്മപാത ഈസ് എ കളക്ഷൻ ഓഫ് ബുദ്ധാസ് കോർ ടീച്ചിങ്. ധമ്മപാത എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളുടെ ഒരു സമാഹാരമാണ്. ബുദ്ധൻ്റെ ഉപദേശങ്ങളുടെ ഒരു കളക്ഷനാണ് എന്ത് ധമ്മപദ എന്നുള്ളത്. അപ്പോൾ ഇറ്റ് ഹാസ് 423 വേഴ്സസ് ഇൻ 26 ചാപ്റ്റേഴ്സ്. അപ്പം ഇതിൽ 26 അധ്യായങ്ങളും അതുപോലെ തന്നെ 423 ശ്ലോകങ്ങളുമാണ് ഉള്ളത്. ബട്ട് എന്താണ്? സിമ്പിൾ ബട്ട് പവർഫുൾ മെസ്സേജസ്. സിമ്പിളാണ്, ബട്ട് എന്താണ് അതിൽ നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വളരെ ശക്തമായതാണ്. ഇറ്റ് ഫോക്കസസ് ഓൺ ഗുഡ് കണ്ടക്ട്, അവയർനെസ് ആൻഡ് പീസ് ഓഫ് മൈൻഡ്. അപ്പം എന്താണ്? നമ്മുടെ നല്ല പെരുമാറ്റം, അതുപോലെ തന്നെ നമ്മുടെ നല്ല അവബോധം, അതുപോലെ തന്നെ പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിൻ്റെ ശാന്തത. ഇതൊക്കെ എങ്ങനെ കിട്ടും? നമ്മുടെ ബോധം, അതുപോലെ തന്നെ നല്ല പെരുമാറ്റം, പീസ് ഓഫ് മൈൻഡ്, ഇതൊക്കെ എങ്ങനെ കിട്ടും എന്നുള്ളത് ആണ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടീച്ചിങ്സ് ആണ് ഏതിലുള്ളത്? നമ്മുടെ ധർമ്മപദത്തിൽ ഉള്ളത്. ടു ടീച്ച് us that our thoughts shape our lives. ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ ചിന്തകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണത്? ഷെയ്പ്പ് ചെയ്യുന്നത്. നമ്മളെങ്ങനെ പെരുമാറുന്നു, മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ തോട്ട്സ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള കീ മെസ്സേജ് എന്താണ്? അവോയ്ഡ് ഈവിൾ, ഡു ഗുഡ് ആൻഡ് പ്യൂരിഫൈ ദ മൈൻഡ്. അവോയ്ഡ് ഈവിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചീത്തതിനെ ഉപേക്ഷിക്കുക, ഡു ഗുഡ് നല്ല പ്രവർത്തികൾ ചെയ്യുക, ആൻഡ് പ്യൂരിഫൈ ദ മൈൻഡ് അങ്ങനെ എന്ത് ചെയ്യുക? നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. ഇത്രയാണ് ഇതിൽ പറയുന്നത് ധർമ്മപാത. ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അപ്പോൾ എന്താ പറഞ്ഞത്? ബുദ്ധൻ്റെ കോർ ടീച്ചിങ്ങിൻ്റെ ഒരു കളക്ഷനാണ്. 26 ചാപ്റ്റേഴ്സിലായിട്ട് 423 വേഴ്സസ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എന്താണ്? ഇതിൽ സിമ്പിളായിട്ടുള്ള ടീച്ചിങ്സ് ആണ്, ബട്ട് പവർഫുൾ മെസ്സേജസ് ആണ് നമുക്ക് നൽകുന്നത്. നമ്മൾ നോക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു ധർമ്മപദ ഈസ് എ ബുക്ക് ഓഫ് ബുദ്ധാസ് ടീച്ചിങ്സ്. നമ്മൾ പറഞ്ഞു ബുദ്ധൻ്റെ ടീച്ചിങ്സിൻ്റെ ഒരു പുസ്തകമാണ് ധർമ്മപദ എന്നുള്ളത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ബുദ്ധക നികായ ഇൻ ദ സുത്തപിടക. എന്താണ് ഈ സുത്തപിടകം എന്നുള്ളതും ബുദ്ധക നികായ എന്നുള്ളതുമാണ് ഇനി നമ്മൾ നോക്കുന്നത്. സുത്തപിടകം എന്ന് പറഞ്ഞാൽ ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഏത്? ത്രിപിടക എന്നുള്ളത്. ത്രിപിടക എന്ന് പറഞ്ഞാൽ ബുദ്ധമതത്തിലെ ഏറ്റവും വലിയൊരു ഗ്രന്ഥമാണ്. അപ്പോൾ ഇതിന് 3 ഭാഗങ്ങളാണുള്ളത്. അതിലുള്ള ഒരു ഭാഗമാണ് ഏത്? സുത്തപിടക എന്നുള്ളത്. മനസ്സിലായോ? എന്താണ്? ബുദ്ധമതത്തിൻ്റെ ഏറ്റവും വലിയ ഗ്രന്ഥമായിട്ടുള്ള ത്രിപിടകത്തിൻ്റെ ഒരു ഭാഗമാണ് ഏത്? സുത്തപിടകം എന്നുള്ളത്. സുത്തപിടകം എന്നുള്ളതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഉപദേശങ്ങളുടെ ഒരു കളക്ഷൻ എന്നുള്ളതാണ് നമ്മുടെ സുത്തപിടകം എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് ഗുദ്ദക നികായ എന്ന് പറഞ്ഞാൽ സുത്തപിടകത്തിന് 5 ഭാഗങ്ങളുണ്ട്. ആ 5 ഭാഗങ്ങളിലുള്ള ഒരു ഭാഗമാണ് ഇത് ഗുദ്ദക നികായ എന്നുള്ളത്. അപ്പം സുത്തപിടകത്തിന് 5 പ്രധാന ഭാഗങ്ങളാണുള്ളത്. അതിലുള്ള ഒരു ഭാഗമാണ് ഗുദ്ദക നികായ. അപ്പോൾ ആ ഗുദ്ദക നികായയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണേത്? നമ്മൾ പഠിക്കുന്ന ധർമ്മപദം എന്നുള്ളത് ഗുദ്ദക നികായയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. അപ്പോൾ സുത്തപിടകത്തിൻ്റെ ഒരു ഭാഗമാണ് ഗുദ്ദക നികായ. ഗുദ്ദക നികായയുടെ ഒരു ഭാഗമാണ് ഏത്? ധർമ്മപദ, നമ്മളിപ്പോൾ പഠിക്കുന്ന ധർമ്മപദ എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്കിപ്പോൾ മനസ്സിലായി എന്താണ് ഗുദ്ദക നികായ, സുത്തപിടക എന്നൊക്കെ. ഇനി നമ്മൾ പറഞ്ഞു 26 ചാപ്റ്റേഴ്സാണ്, 423 വേഴ്സസ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ ശ്ലോകങ്ങളാണ് എന്നുള്ളത്. ഇനി എന്താണ് വേർഡ് മീനിങ്? ധമ്മപദ എന്നുള്ളതിൻ്റെ വേർഡ് മീനിങ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പം ധർമ്മം അല്ലെങ്കിൽ ധമ്മം പറഞ്ഞാൽ സിദ്ധാന്തം അല്ലെങ്കിൽ ടീച്ചിങ്സ് എന്ന് പറഞ്ഞാൽ ഉപദേശങ്ങൾ അല്ലെങ്കിൽ സിദ്ധാന്തം, ഡോക്ട്രിൻ എന്നുള്ള മീനിങ് ആണ് ധമ്മ എന്നുള്ള വേർഡിനുള്ളത്. പദം എന്നുള്ളതിന് മീനിങ് പാത്ത്, വഴി, അല്ലെങ്കിൽ എന്താണ് പാത, വഴി അല്ലെങ്കിൽ പാത. അപ്പോൾ ധമ്മപദ മീനിങ് എന്തായിരിക്കും? ദ പാത്ത് ഓഫ് ധർമ്മത്തിൻ്റെ പാത എന്നുള്ളതാണ് ധർമ്മപദത്തിൻ്റെ അർത്ഥം. ധമ്മപദത്തിൻ്റെ അർത്ഥം എന്താണ്? പാത്ത് ഓഫ് ധർമ്മത്തിൻ്റെ പാത എന്നുള്ളതാണ് എന്തിൻ്റെ മീനിങ്?
ധമ്മപദ എന്നുള്ളതിൻ്റെ മീനിങ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ധമ്മപദ. ധമ്മപദത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ഇൻ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ. ബുദ്ധ സാഹിത്യത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ധമ്മപദം എന്നുള്ളത്. ഇറ്റ് ടീച്ചേഴ്സ് പീസ്, മൊറാലിറ്റി ആൻഡ് വിസ്ഡം. ഇതെന്താണ്, എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് സമാധാനം, നൈതികത, ജ്ഞാനം എന്നിവ പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. മനുഷ്യന് എങ്ങനെ സമാധാനം ലഭിക്കും, അതുപോലെ തന്നെ നൈതികത, ജ്ഞാനം ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. എ ഗൈഡ് ഫോർ ലിവിങ് എ കാം, എത്തിക്കൽ ആൻഡ് മീനിങ് ഫുൾ ലൈഫ്. ഇതെന്താണ്, ഒരു വഴികാട്ടിയാണ്. ഗൈഡ് എന്ന് പറഞ്ഞാൽ വഴികാട്ടിയാണ്. ഒരാൾക്ക് ശാന്തമായ, ധാർമ്മികമായ, ഒരു മീനിങ് ഫുൾ, അർത്ഥവത്തായിട്ടുള്ള ജീവിതം എങ്ങനെ നയിക്കും എന്നുള്ളതിനുള്ള ഒരു വഴി പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് ഇത് ധമ്മപദ. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ധമ്മപദ. എന്താണ് നമ്മുടെ ലൈഫിൽ ധമ്മപദത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ്, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള, ശാന്തമായിട്ടുള്ള ഒരു ധാർമ്മികപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെല്ലാം ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നത് ഈ പുസ്തകം. ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പിക്സ് ഇൻ ധമ്മപദ ചാപ്റ്റേഴ്സ്. അപ്പം ധമ്മപദയിലെ ഈ പുസ്തകത്തിൽ എന്തെല്ലാം ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇറ്റ് കവേഴ്സ് വൈഡ് റേഞ്ച് ഓഫ് സ്പിരിച്വൽ ആൻഡ് മോറൽ ടോപ്പിക്സ്. ഇതെന്താണ്, ധമ്മപദം വിവിധ ആത്മീയവും നൈതികവുമായ വിഷയങ്ങൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ്, പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ്സ്, വിപരീത തത്വങ്ങൾ, അതുപോലെ തന്നെ ഹീഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ജാഗ്രത, അതുപോലെ തന്നെ മൈൻഡിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഫ്ലവേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഫൂൾസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, വൈസ്മെനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, ഈവിള്, പണിഷ്മെൻറ്റ്, ഓൾഡ് ഏജ്, സെൽഫ്, വേൾഡ്, ബുദ്ധ, ജോയ്, ജസ്റ്റിസ്, ആങ്കർ എന്ന് പറഞ്ഞാൽ ദേഷ്യം, ക്രേവിങ് എന്ന് പറഞ്ഞാൽ ആസക്തി, ഹോളി പേഴ്സൺ, സന്യാസി. ഇപ്പം ഇത്രയും പൂക്കളെ കുറിച്ച്, മൈൻഡിനെ കുറിച്ചിട്ട്, പിന്നെന്താണ് നല്ല മനുഷ്യരെ കുറിച്ചിട്ട്, ചീത്ത മനുഷ്യരെ കുറിച്ചിട്ട്, അതുപോലെ വിഡ്ഢിയെ കുറിച്ചിട്ട്, പിന്നെന്താണ് വൃദ്ധരെ കുറിച്ചിട്ട്, അങ്ങനെ ഒരുപാട് നീതി, ബുദ്ധ, ഇത്രയും ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട് ഈ പുസ്തകത്തിൽ. ഇനി ടീച്ചിങ്സ് ഓൺ ഗുഡ് ആൻഡ് ഈവൾ. എന്താണ് നന്മയും തിന്മയും, അതിനെക്കുറിച്ചിട്ട് എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത്. ഗുഡ് ആക്ഷൻസ് ലീഡ് ടു പീസ്, ജോയ് ആൻഡ് സക്സസ്. പറയാണ് നല്ല പ്രവർത്തികൾ എന്തിലേക്ക് നയിക്കും, പീസ് എന്ന് പറഞ്ഞാൽ സമാധാനം, ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം, സക്സസ് എന്ന് പറഞ്ഞാൽ വിജയം. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും, സമാധാനം, സന്തോഷം, വിജയം ഉണ്ടാവും. ഈവിൾ ആക്ഷൻ കോസ് സഫറിങ്, ഫിയർ ആൻഡ് റൂയിൻ. എന്നാൽ ദുഷ്ടപ്രവൃത്തികൾ എന്താണ്, മോശപ്പെട്ട പ്രവൃത്തികൾ എന്താണ്, ദുഃഖവും ഭയവും നാശവുമാണ് നമ്മളിൽ ഉണ്ടാക്കുക. ദുഃഖവും ഭയവും നാശവും ഉണ്ടാക്കും. അതാണ് ടീച്ചിങ്സ് ഓൺ ഗുഡ് ആൻഡ് ഈവിൾ. നന്മയും തിന്മയും എങ്ങനെയാണ് ഇതിൽ എന്താണ് ടീച്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇനി നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. എഫക്ട്സ് ഓഫ് ഈവിൾ ഡീഡ്സ്. എന്താണ്, നമ്മളെ മോശപ്പെട്ട പ്രവർത്തികളുടെ എന്താണ് എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത്, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്. ഈവിൾ ലീഡ്സ് ടു, അല്ലേ, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തിലേക്ക് നയിക്കും, പെയിൻ, വേദന ഉണ്ടാക്കും, സിക്നെസ്, രോഗം ഉണ്ടാക്കും, ലോസ്, നഷ്ടം ഉണ്ടാക്കും, സോറോ, ദുഃഖം ഉണ്ടാക്കും, അല്ലേ. അപ്പം എന്താണ്, നമ്മൾ മോശപ്പെട്ട പ്രവർത്തികൾ എന്താണ് ചെയ്താൽ ഇത്രയും കാര്യങ്ങൾ, നമുക്ക് വേദന ഉണ്ടാകും, പിന്നെ നഷ്ടം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, രോഗം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഡൂയിങ് റിച്വൽസ് കോണ്ട് പ്യൂരിഫൈ ആൻ ഈവിൾ മൈൻഡ്. എന്താണ്, വെറും നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തെന്ന് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യില്ല, നമ്മുടെ മനസ്സ് എന്ത് ആവില്ല, ശുദ്ധിയാവില്ല എന്നാണ് പറയുന്നത്. ഡൂയിങ് റിച്വൽസ് കോണ്ട് പ്യൂരിഫൈ ആൻ ഈവിൾ മൈൻഡ്. ഒരു മോശം മനസ്സിനെ ഒരിക്കലും എന്താണ് കർമ്മങ്ങളിലൂടെ മാത്രം ശുദ്ധീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഓൺലി എ പ്യുവർ ആൻഡ് അവെയർ മൈൻഡ് ബ്രിങ്സ് പീസ്. അറിവുള്ള ഒരു ശുദ്ധമായ മനസ്സ് ആണെന്ത്, സത്യമുള്ള അറിവുള്ള ഒരു ശുദ്ധമായ മനസ്സാണ് സമാധാനത്തിന് വഴിയൊരുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എഫക്ട്സ് ഓഫ് ഈവിൾ ഡീഡ്സ്. നമുക്ക് സിമ്പിളായിട്ട് ഇതൊന്നും ഇപ്പോൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇനി എന്തൊക്കെ അഡ്വൈസ് ഫ്രം ബുദ്ധ. നമ്മൾ പറഞ്ഞ ബുദ്ധൻ്റെ എന്താണ് ടീച്ചിങ്സ് ആണ് പറഞ്ഞത്. അപ്പോൾ ബുദ്ധ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളോട് ഉപദേശിക്കുന്നത് എന്നുള്ളത്. ബുദ്ധ സിമ്പിൾ അഡ്വൈസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞത്. അവോയ്ഡ് ഓൾ ഈവിൾ. എല്ലാ മോശപ്രവൃത്തികളും എല്ലാ ദുഷ്ടതയും എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഡു ഓൺലി ഗുഡ്. നല്ലത് മാത്രം ചെയ്യുക, നന്മ മാത്രം ചെയ്യുക. പ്യൂരിഫൈ യുവർ മൈൻഡ്. മനസ്സിനെ എന്ത് ചെയ്യുക, ശുദ്ധീകരിക്കുക. ഹാമിങ് അതേഴ്സ് ഗോസ് എഗെയിൻസ്റ്റ് ട്രൂ സ്പിരിച്വാലിറ്റി. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് എന്താണ്, അത്
ആത്മീയതയ്ക്ക് എതിരെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എന്താണ്, മറ്റുള്ളവരെ ഒരിക്കലും എന്ത് ചെയ്യരുത്, വേദനിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. ഇനി കൺട്രോൾ ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ നിയന്ത്രണം എങ്ങനെയാണ് എന്നുള്ളത്, ഇതിലെങ്ങനെയാണ് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണേ എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം മൈൻഡ് ഈസ് ദ റൂട്ട് ഓഫ് ആക്ഷൻ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കൺട്രോൾ ചെയ്യുന്നത് ആരെന്നെയാണ്? മൈൻഡാണ്. നമ്മുടെ മൈൻഡിനനുസരിച്ചാണ് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. അൺകൺട്രോൾഡ് മൈൻഡ് ലീഡ്സ് ടു ഹാംഫുൾ തോട്ട്സ് ആൻഡ് ആക്ട്സ്. അപ്പം എന്താണ്, നിയന്ത്രണമില്ലാത്ത മനസ്സിനെന്താണ്, ദോഷകരമായ ചിന്തകളും പ്രവർത്തികളും ഉണ്ടാക്കുന്നുള്ളത് അല്ലേ. നിയന്ത്രണമില്ലാത്ത മനസ്സെന്ത് ചെയ്യും, വേണ്ടാത്ത പ്രവർത്തനങ്ങളും വേണ്ടാത്ത ചിന്തകളിലേക്കൊക്കെ എത്തിക്കും. പിന്നെ ട്രെയിൻഡ് മൈൻഡ് ലീഡ്സ് ടു പീസ്, ക്ലാരിറ്റി ആൻഡ് കമ്പാഷൻ. എന്നാൽ ട്രെയിൻഡ് ചെയ്തിട്ടുള്ള മനസ്സ്, പരിശീലിപ്പിക്കപ്പെട്ട മനസ്സ് പീസ്, അത് സമാധാനത്തിലേക്കും ക്ലാരിറ്റി, വ്യക്തതയിലേക്കും അതുപോലെ തന്നെ കമ്പാഷൻ, കരുണയിലേക്കും നയിക്കും എന്നതാണ് പറയുന്നത്. ഇനി റോൾ ഓഫ് ജാഗ്രത. എന്താണ് ജാഗ്രതയുടെ പ്രാധാന്യം, മനുഷ്യൻ്റെ ജീവിതത്തിൽ ജാഗ്രതയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. അവയർനെസ്സിൻ്റെ ജാഗ്രത എന്ന് പറഞ്ഞാൽ അവയർനെസ് എന്നാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ സ്പിരിച്വൽ പ്രോഗ്രസ്. ആത്മീയ പുരോഗതിക്ക് എന്താവശ്യമാണ്? ജാഗ്രത ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ഒരു അനവെയർ പേഴ്സൺ, ഒരു ജാഗ്രതയുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങളാണ് അവോയ്ഡ് ടെംപ്റ്റേഷൻസ്, അദ്ദേഹം ആകർഷണങ്ങളെ ഒഴിവാക്കും. അതുപോലെ തന്നെ സ്റ്റേ കാം ഇൻ ട്രബിൾ, ബുദ്ധിമുട്ടുകളിലും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവൻ സമാധാനമായിട്ടിരിക്കും. സ്റ്റേസ് കാം ഇൻ ട്രബിൾ. ദെൻ ലിവ്സ് ട്രൂത്ത്ഫുള്ളി, സത്യസന്ധമായിട്ടാണ് ജീവിക്കുക അദ്ദേഹം. അത് അവയർനെസ് ലീഡ്സ് ടു ഫ്രീഡം ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ ഒരു ജാഗ്രതയുള്ള ജീവിതമാണ് ഓരോ മനുഷ്യൻ്റെ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതെന്തിലേക്ക് നയിക്കും? സ്വാതന്ത്ര്യത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? എല്ലാത്തിനെക്കുറിച്ചൊരു അവെയറായിരിക്കണം എന്നുള്ളതാണ്. ഒരു അവെയറായിട്ടുള്ള മനുഷ്യൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതന്നെ ഒക്കെ നമുക്കറിയണതാണ് ഗുഡ് വേഴ്സസ് ബാഡ് ആക്ഷൻസ് നമ്മൾ പറഞ്ഞു. നമുക്ക് സന്തോഷം തരുമെങ്കിലും അല്പകാലം മാത്രമായിരിക്കും, പക്ഷെ ഒരുപാട് കാലത്തേക്ക് വേദനയാണ് അത് നമുക്ക് സമ്മാനിക്കുക. ദെൻ ഹാം സെൽഫ് ആൻഡ് അതേഴ്സ്, നമ്മുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കും എന്നുള്ളത് പറയുന്നു. പിന്നെ നല്ല പ്രവൃത്തികൾ സന്തോഷം സമാധാനമൊക്കെ കൊണ്ടുവരും. അതേപോലെ ഒരു ഗുഡ് പർപ്പസ്, നല്ലൊരു ഉദ്ദേശം ലൈഫിന് കൊണ്ടുവരും. ദെൻ അപ്പം ഇതിനുള്ള മെസ്സേജ് തിങ്ക് ബിഫോർ ആക്ടിങ് ഇന്ത്യൻ മാറ്റേഴ്സ്. അപ്പം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നേ ചിന്തിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ പ്രവൃത്തിയും ചെയ്യുക. പിന്നെ പണിഷ്മെൻറ്റ് ആൻഡ് റോങ് ഡൂയിങ്. അപ്പം ഇനി പറയുന്നത് ശിക്ഷയും അതുപോലെ തെറ്റുകളും. അപ്പം നമുക്കറിയാം ഈവിൾ ആക്ട്സ് ഓൾവേസ് ബ്രിങ് കോൺസിക്വൻസസ്. മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവും. ഈവൻ സ്മാൾ റോങ്സ് ഗ്രോയിങ് ടു ഗ്രേറ്റ് ഹോം. ചെറിയ തെറ്റുകളാണ് പിന്നീട് വലിയ വലിയ തെറ്റിലേക്ക് നയിക്കുന്നത്. അവോയ്ഡ് ഈവിൾ ലൈക്ക് എ വൈസ് മർച്ചൻ്റ് അവോയ്ഡ്സ് ഡേഞ്ചർ. അപ്പം ജ്ഞാനി എന്ന വ്യാപാരി അപകടം ഒഴിവാക്കുന്നത് പോലെ പാപം ഒഴിവാക്കണം. അപ്പം നമ്മൾ പാപം ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള ഫൈനൽ മെസ്സേജ് നമ്മുടെ മനുഷ്യരോടുള്ള ഫൈനൽ മെസ്സേജാണ് ലിവ് ബൈ കൈൻഡ്നെസ്, അവയർനെസ് ആൻഡ് ഗുഡ്നെസ്. കരുണ, ജാഗ്രത, നന്മ ഇവ അടിസ്ഥാനമാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ജീവിക്കാൻ. അതുപോലെ തന്നെ ലെറ്റ് ഗോ ഓഫ് ആങ്കർ, ഹേറ്റ്രഡ് ആൻഡ് സെൽഫിഷ്നെസ്. കോപം, വൈരാഗ്യം അതേപോലെ തന്നെ സ്വാർത്ഥത എന്നിവ എന്ത് ചെയ്യുക, ഉപേക്ഷിക്കുക. ട്രൂ പീസ് കംസ് ഫ്രം എ പ്യുവർ ഹാർട്ട് ആൻഡ് ക്ലിയർ മൈൻഡ്. ശുദ്ധമായ ഹൃദയവും അതുപോലെ തന്നെ ക്ലിയർ മൈൻഡ് ഉള്ള ആൾക്ക് മാത്രമേ വരുള്ളൂ, യഥാർത്ഥ പീസ്, സമാധാനം വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടൈം നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു ഓൾ ഓഫ് യു.